ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിയലുംപാറ റിസോർട്ടിലാണ്. ഇവിടുത്തെ വ്യൂ ഒന്ന് കണ്ടോ കേട്ടോ. നട്ടുച്ചയാണ് സമയം. ആ സൈഡിലേക്ക് ആ മലയുടെ പുറകെ കാണുന്നത് തൊടുപുഴ സിറ്റിയാണ്. അതിൻ്റെ പുറകിൽ എറണാകുളത്തിൻ്റെ ഏരിയ നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ കൊച്ചിൻ റിഫൈനറിയിലെ ഫ്യൂല് കത്തണ ലൈറ്റ് വരെ നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും. ഇത് ആ വെള്ളം കാണുന്നത് മലങ്കര ഡാമാണ്. അതിൻ്റെ പുറകിൽ ആലപ്പുഴയുടെ കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സ്കൈ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ മൊത്തം മിസ്റ്റാണ്, അതുകൊണ്ട് ഒന്നും കാണുന്നില്ല. ദേ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എലവീഴ പൂഞ്ചിറയാണ്. ഒരു വെള്ളച്ചാട്ടം കാണാം, അത് കോട്ടയം ഡിസ്ട്രിക്റ്റാണ്. സോ അടുത്തത് വാഗമൺ മൗണ്ടൻ റേഞ്ചാണ്. കുറേ വെള്ളച്ചാട്ടങ്ങൾ കാണാം. ക്യാമറയിൽ ചിലപ്പോൾ ക്ലിയർ ആവില്ല, പക്ഷേ എന്നാലും കുറേ വെള്ളച്ചാട്ടങ്ങൾ കാണാം. അത് വാഗമൺ മൗണ്ടൻ റേഞ്ച്. അതിൻ്റെ ഫ്രണ്ടിൽ ആദ്യം കാണുന്ന മല തുമ്പിച്ചി മലയാണ്, ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ മഞ്ഞ് പുതച്ച് നിൽക്കുന്ന ആ ഒരു മൗണ്ടൻ എന്ന് പറയുന്നത് നാടുകാണി വ്യൂ പോയിൻ്റാണ്. അതിന് തൊട്ടപ്പുറത്ത് കുളമാവ് ഡാമാണ്. ഡാമിൻ്റെ ഭിത്തി നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മൊത്തം മഞ്ഞ് മൂടി കിടക്കുകയാണ്, ഒന്നും കാണുന്നില്ല. പിന്നെ ആ കാണുന്ന മല ഉപ്പൂന്ന് വ്യൂ പോയിൻ്റാണ്. പിന്നെ താഴത്തേക്ക് പൂമാല, പന്നിമറ്റം, വെള്ളിയാമറ്റം, ഇളന്തേശം, അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 4 ജില്ലകളുടെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തത്. 2 ക്ലൗഡ് ബെഡിൻ്റെ വ്യൂ, അത് മീശപ്പുലിമലയും കൊളുക്കുമലയൊക്കെ കാണുന്ന അതേ രീതിയിലുള്ള വ്യൂ നമുക്ക് ഇവിടെ നിന്നാലും നമുക്ക് കാണാൻ പറ്റും. അത് കാലാവസ്ഥ അനുസരിച്ചിരിക്കും, നമുക്ക് എപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ അവിടെ കാണുന്ന പോലെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. അടുത്തത് സൺറൈസും സൺസെറ്റും നമുക്ക് ഇവിടെ നിന്ന് ഈ പോയിന്റ് നിന്നാലും കാണാൻ പറ്റും. പിന്നെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ ഒരു 200-300 ഏക്കർ സ്ഥലത്ത് നമ്മുടെ ഈ ഒരു കോട്ടേജ് അല്ലാതെ വേറെ ഒന്നുമില്ല. അതായത് വേറെ ഒരു വീടോ അല്ലെങ്കിൽ വേറെ ഒരു ശല്യമില്ല. അത്രയും പ്രൈവസിയും അത്രയും വ്യൂവും ഒരുമിച്ച് കിട്ടുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് കേരളത്തിൽ വളരെ റെയറായിരിക്കും. അതിൻ്റെ കൂടെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, ഞാൻ നേരത്തെ ക്ലൗഡ് ബെഡിൻ്റെ കാര്യം പറഞ്ഞു, ഇതൊന്നും കൂടാതെ ഇത് നമുക്ക് ഇവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, ഞാൻ ബേസിക്കലി റോക്ക് ക്ലൈമ്പിംഗ് ചെയ്യുന്ന ആളാണ്, ആൻഡ് ഇൻസ്ട്രക്ടറാണ്. നമുക്കിവിടെ റോക്ക് ക്ലൈമ്പിംഗ്, റാപ്പിളിങ്ങും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടേക്ക് ആളുകൾ ആദ്യമായിട്ടൊന്നും ഇറക്കിയല്ല, അതിന് ട്രെയിനിങ്ങിന് വേണ്ടി ഈസി ആയിട്ടുള്ള റൂട്ടുകളുണ്ട്. അവിടെ പഠിപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത ഇച്ചിരിയോടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയയിലേക്ക്. ഇത് പ്രൊഫഷണൽസിന് മാത്രം ക്ലൈംബ് ചെയ്യാനും റാപ്പിൾ ചെയ്യാനൊക്കെയുള്ള സ്ഥലമാണിത്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. പിന്നെ ഇവിടെ നിന്നാൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന വെള്ളച്ചാട്ടം ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണി പറയാം. 1, 2, 3, 4, 5. ഇവിടെ ഇപ്പോൾ കാണാൻ മേല, അവിടെ 1, 2 എണ്ണം ഉണ്ട്. 5, 2, 7, പിന്നെ അവിടെ 1, 8. ഏകദേശം 8 എണ്ണം. അത് സീസണിലാണ്, എല്ലാ സമയങ്ങളിലും ഇല്ല, മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 10 മാസത്തോളം ഒരു 2 വെള്ളച്ചാട്ടം എപ്പോഴും കാണാം. 10 മാസത്തോളം നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് ഇവിടെ വന്ന് കൂടാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു.